യെസ് മക്കളെ, അപ്പൊ സിമ്പിൾസിന് സിമ്പിൾ ആക്കാൻ കൂടെ പോന്നോളി അസ്ലം സേർ ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ മക്കൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. വാടാ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾസുകളാണ്. അപ്പോൾ എലമെൻസിന് സിമ്പിൾസ് ചോദിച്ചാൽ മക്കൾക്ക് സിമ്പിൾ ആവണ്ടേ? എന്തൊക്കെയാടാ സിമ്പിൾസ്? എടാ, എലമെൻസിൻ്റെ സിമ്പിൾസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഉറപ്പാടാ. നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ നിന്നല്ല, 9ാം ക്ലാസ്സിൽ നിന്നല്ല, 10ലും +1ലും +2 എന്താ ആവശ്യമാണ്? സിമ്പിൾസ് ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെ സിമ്പിൾസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പം നമുക്ക് പോയി നോക്കിയാലേടാ മക്കളെ, പഠിച്ചു വെച്ചോ. എലമെൻസിന് പേര് വന്ന വഴികളൊക്കെ മക്കൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എടാ, സ്ഥലപ്പേര് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്താടാ നമ്മളെ നെയിം വെച്ചിട്ടാവാം, ആളുകളുടെ പേര് വെച്ചിട്ടാവാം. മെൻ്റലീവിയം കണ്ടെത്തിയത് മെൻ്റലീഫ് ആണ്. റൂദർഫോർഡിയം ആര് കണ്ടെത്തിയടാ? റൂദർഫോർഡാണ്. എടാ, അമേരിഷ്യം എവിടുന്ന് കണ്ടെത്തിയതാണ്? അമേരിക്ക. ഇതൊക്കെ എൻ്റെ ഫ്രാൻസിയം എവിടുന്ന് കണ്ടെത്തിയ? ഫ്രാൻസ് എന്നാണ്. ഇതൊക്കെ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചതാ. അപ്പം നോക്കിയടാ, നമുക്ക് 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, എലമെൻസിനെ സെറ്റാക്കാൻ പോണത്. ഒന്ന് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട്, രണ്ടാമത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ വെച്ചിട്ട്, മൂന്നാമത്തത് ലാറ്റിൻ നെയിം വെച്ചിട്ട് സെറ്റാക്കി പോയിക്കോളി. സിമ്പിളായിട്ട് പഠിച്ചോളി. നോക്കുക എന്തൊക്കെയാണ് ഫസ്റ്റ് ലെറ്റർ. എടാ, എലമെൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്ന ആളുകൾ ആരൊക്കെയെന്നുള്ളതാണ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ആളുകളാണ് ഇവർ. ആരൊക്കെയാണ് മക്കളെ ഫസ്റ്റ് ലെറ്റർ വരുന്നത്? ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിന്, നൈട്രജൻ, സൾഫർ. എടാ, ഹൈഡ്രജൻ്റെ സിമ്പൽ എന്താണ്? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ മതി. ഫസ്റ്റ് ലെറ്റർ എന്താടാ? എച്ച്. അപ്പോൾ ഹൈഡ്രജൻ്റെ സിമ്പൽ എന്താ? എച്ച്. ഓക്സിജൻ്റെ സിമ്പൽ എന്താ? ഓ. അടുത്തത് ഫ്ലൂറിൻ്റെ സിമ്പൽ എന്താണ് സർ? എഫ് ആണ്. ഇനി നൈട്രജൻ്റെ സിമ്പൽ എന്താ? എൻ ആണ്. ഇനി സൾഫറിൻ്റെ സിമ്പൽ എന്താ? എസ് ആണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഇവർ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് വരിക. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വരുന്ന എലമെൻസുകളെ പഠിച്ചു. ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ, സൾഫർ. ക്ലിയർ അല്ല മക്കളെ? ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ. ആദ്യത്തെ ലെറ്ററും സെക്കൻഡ് ലെറ്ററും കൂടി വന്നാലുള്ളതാണ്. അതാണ് മക്കളെ. നോക്കുക ആരൊക്കെയുണ്ട് മക്കളെ. അലൂമിനിയം തന്നിട്ടുണ്ട്, ബ്രോമിൻ തന്നിട്ടുണ്ട്, കാൽഷ്യം തന്നിട്ടുണ്ട്, ആർഗൺ തന്നിട്ടുണ്ട്. ഇവർ മാത്രമല്ല, ഇനിയുണ്ട് ആളുകൾ. ഇതെൻ്റെ മക്കൾ 8ാം ക്ലാസ്സിൽ നിർബന്ധമായി നോക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ എൻ്റെ മക്കൾ ഉഷാറായിട്ട് പറഞ്ഞേടാ. എൻ്റെ മക്കൾ പറഞ്ഞേ, അലൂമിനിയത്തിൻ്റെ ലെറ്റർ ഫസ്റ്റും സെക്കൻഡും ലെറ്റർ എന്താടാ? എൽ. അപ്പോൾ അലൂമിനിയത്തിൻ്റെ സിമ്പൽ എന്താണ് മക്കളെ? എൽ ആണ്. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്താടാ? BR. ബ്രോമിൻ, ബ്രോമിൻ്റെ സിമ്പൽ എന്താ? BR. ബ്രോമിൻ, ബ്രോ BR ആലിച്ചാൽ മതി. ഇനി കാൽഷ്യം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ എന്താ മക്കളെ? CA ആണ്. ഇനി ആർഗൺ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെറ്റർ എന്താ മക്കളെ? AR ആണ്. ക്ലിയർ അല്ലേടാ? ഇനിയുമുണ്ട് ഒരുപാട് എലമെൻറ്റ്സ്. എന്നാൽ ഈ 2 ആളുകൾ തന്നെ മക്കൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ആരൊക്കെയാണ് മക്കളെ? ക്ലോറിനും ക്രോമിയവും. ആരാ മക്കളെ? ക്ലോറിനും ക്രോമിയവും. ഇവരുടെ നമ്മൾ പറയുമ്പോൾ ഉച്ചാരണം അനുസരിച്ചിട്ട് പറയണം. എടാ, ക്ലോറിൻ്റെ ഫസ്റ്റ് ലെറ്റർ C ആണ്, സെക്കൻഡ് ലെറ്റർ H ആണ്. എന്നാൽ ക്രോമിയത്തിൻ്റെതും ഫസ്റ്റ് ലെറ്റർ C ആണ്, സെക്കൻഡ് ലെറ്റർ H ആണ്. അപ്പോൾ രണ്ടിൻ്റെയും CH എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇവരുടെ നമ്മൾ ഉച്ചാരണം പറയണം. ഒന്ന് പറഞ്ഞേ, ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റും സെക്കൻഡ് അല്ല വരുന്നത്, CL ആണ്. അതിൽ നമ്മൾ ഉച്ചാരണമാണ് നോക്കുക. അപ്പോൾ അതിൻ്റെ എന്താ സിമ്പൽ എന്താ? CL ആണ്. ഇനി ക്രോമിയം, ക്രോ എന്താ മക്കളെ? സിയും ആറുമാണ്. ക്രോമിയം CR7. സെറ്റില്ലേടാ? അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് സിമ്പിളാണ്. അപ്പോൾ ക്ലോറിൻ്റെ സിമ്പലും ക്രോമിയത്തിൻ്റെ സിമ്പലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ മെഗ്നീഷ്യം അതിൻ്റെയൊക്കെ പഠിച്ചു പോവുക. ഇതാണ് ഇമ്പോർട്ടൻസ്. സെറ്റില്ലേടാ? ഇനി നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്കാണ്. ബട്ട് ഞാനിത് പറയുന്നു, ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഭാഗമാടാ ഇത്. ആരാടാ? ലാറ്റിൻ നെയിമാണ്. എൻ്റെ മക്കൾ വെറുതെ ആയി പോവരുത്, പഠിച്ചു വെച്ചോ. അയണിൻ്റെ സിമ്പൽ എന്ന് കേൾക്കുമ്പോൾ ചില കുട്ടികൾ പറയും IR എന്നൊക്കെ. അതുപോലെ തന്നെ സോഡിയത്തിൻ്റെ സിമ്പൽ SO എന്ന് എഴുതുന്നോലുണ്ട്, കോപ്പറിൻ്റെ സിമ്പൽ CO എന്ന് എഴുതുന്നോലുണ്ട്. അങ്ങനെയൊന്നും എഴുതരുത്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പലൊക്കെ പൊട്ട് എന്നൊക്കെ എഴുതലാണ് കുറേ കുട്ടികൾ. മക്കളെ, അങ്ങനെ പൊട്ടത്തെറ്റ് എഴുതരുത്. മക്കൾ പറഞ്ഞോടാ, പഠിച്ചോടാ. അയണിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ ഫെറം എന്നാണ്. ലാറ്റിൻ നെയിം ഫെറം എന്നായതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റും ലെറ്ററാണ് പറയുക. എന്താണ് ഫെറം എന്ന് പറയുമ്പോൾ FE ആണ്. ഇനി എൻ്റെ മക്കൾ അയണിൻ്റെ സിമ്പൽ കേൾക്കുമ്പോൾ IR എന്നാണോ പറയേണ്ടത്? അല്ല, ഫെറം എന്നാണ്. ഫെറൻ്റെ ലാറ്റിൻ നെയിം ആണ്. ഫെറത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഫെറം ലാറ്റിൻ നെയിം ആണ്. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അയൺ എന്നാണ്. അപ്പോൾ അതിൻ്റെ സിമ്പൽ FE ആണ്. ഇനി സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നൈട്രിയമാണ്. അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും ലെറ്ററാണ് മക്കളെ. എന്താണ് മക്കളെ? Na ആണ്. ഇനി സോഡിയം എന്ന് കേട്ടാൽ എൻ്റെ മക്കൾ കൊടുക്കേണ്ടത് എന്താണ്? Na എന്നാണ്. ഇനി കോപ്പർ. എടാ, കോപ്പറിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ കുപ്രം എന്നാണ്. അപ്പോൾ Cu എന്നാണ് വരിക. അപ്പോൾ Cu എന്നാണ്. കുപ്രം എന്നാണ്. കോപ്പറിൻ്റെ CO എന്നല്ല, Cu എന്നാണ്.
ഓക്കെ, മറക്കരുത്. ഇനി എന്താണ് മക്കളെ? പൊട്ടാസ്യത്തിൻ്റെ ലാറ്റിൻ നെയിം കാലിയമാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ വരുള്ളൂ. ആരാണ് മക്കളെ? കെ ആണ്. ഇനി പൊട്ടാസ്യം എന്ന് കേട്ടാൽ പൊട്ട് എന്നൊക്കെ എഴുതിയാണ് പൊട്ടത്തെറ്റ് എഴുതരുത്. ക്ലിയർ അല്ലേടാ? ഇനി എൻ്റെ മക്കളെ ഗോൾഡിൻ്റെ ലാറ്റിൻ നെയിം എന്ന് പറഞ്ഞാൽ ഓറമാണ്. അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ AU എന്നാണ്. ക്ലിയർ അല്ല മക്കളെ? അപ്പോൾ ഇത് സെറ്റാക്കി വെക്കുക. എന്നാൽ എൻ്റെ മക്കൾസിനോട് ഞാൻ ചോദിക്കട്ടെ, സിൽവറിൻ്റെ ലാറ്റിൻ നെയിം എന്താണ്? അത് നമ്മുടെ ഒരു കളിക്കാർ അല്ലെങ്കിൽ ഒരു കളിക്കാരുടെ ടീമാണ്. അത് മീൻസ് അർജീനിയം എന്നാണ് വിളിക്കുക. അർജൻറ്റീന അല്ല, അർജീനിയം. ഇതിൻ്റെ സിമ്പൽ എന്താണ് എന്ന് മക്കൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അതായത് സിൽവറിൻ്റെ സിമ്പൽ എന്താണെന്ന് മക്കൾ എവിടെ എഴുതി വെക്കുക? കമൻറ്റ് ബോക്സിൽ എഴുതി വെക്കുക. മാത്രമല്ല നിങ്ങൾ വേൾഡ് കപ്പിൽ ഏത് ടീമാണെന്നും കമൻറ്റ് ബോക്സിൽ മറക്കല്ലേ മക്കളെ? ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അസ്ലം സേറുടെ ഇൻസ്റ്റാ അക്കൗണ്ടും എന്ത് ചെയ്യുക? ഫോളോ ചെയ്യാൻ മറക്കരുത്. അസ്ലം മാഷ് എന്ന ഈ ഒരു ചാനൽ മക്കൾ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, സെറ്റാക്കി തരാം. അപ്പോൾ കൂടെ പോന്നോളി. സി യു നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ മറക്കണ്ട, ഇനി ഞങ്ങളെ സൂപ്പർ ബാച്ചിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ട് ലിങ്ക്. അതിൽ ആടിപ്പാടി സെറ്റാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ കണ്ടൻറ്റുകളെല്ലാം സെറ്റാക്കി പറയുന്നുണ്ട്. കൂടെ പോന്ന് പഠിച്ചോളിടാ, സെറ്റാക്കിക്കോളി. സി യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ബൈ.